സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ഒരാളെ സുഖപ്പെടുത്തുകയാണ്. കൈ ശോഷിച്ചവനെ സൗഖ്യപ്പെടുത്തുന്നു. എന്നാൽ അത് സാബത്ത് ദിവസമായിരുന്നു. നമ്മൾ ചിലർ ഇങ്ങനെയാണ്, നന്മ എന്തെങ്കിലും നടന്നു എന്നുള്ളതല്ല ചിന്തിക്കുന്നത്. ഈ നന്മ ചെയ്യുവാൻ നമ്മുടെ കാഴ്ചപ്പാടിൽ അവൻ ശരിയായിട്ടാണോ നടക്കുന്നത്? ദൈവികമായ നന്മയാണോ? അതോ നമ്മളിങ്ങനെ ഈ സാബത്തിനെ പോലെയുള്ള ചില കാര്യങ്ങളുടെ പുറകിലാണോ? കർത്താവിൻ്റെ നാമം മഹത്വപ്പെട്ടാൽ പോരെ? അവിടെ ചിലപ്പോൾ ചില യാതനകളും വേദനകളും ഒക്കെ അനുഭവിക്കേണ്ടി വരും. സേഫ് സോണിൽ നിന്ന് പ്രവർത്തിക്കാൻ നമുക്കിഷ്ടമാണ്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത്. പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ അത് ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് സമർപ്പിക്കാൻ നമുക്കറിയത്തില്ല. നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തു ചെയ്യും? അത് അവരൻ്റെ തലയിൽ വെച്ചു കൊടുക്കും. ഇങ്ങനെ അനേകരെ ഭാരപ്പെടുത്തുന്ന ഒരു മിനിസ്ട്രിയാണോ നീ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ നിനക്ക് സ്വസ്ഥമായി ഇരിക്കാൻ സാധിക്കില്ല, സമാധാനം അനുഭവിക്കാൻ സാധിക്കില്ല. ബുദ്ധിമുട്ടുകൾ വേറൊരുവൻ്റെ തലയിൽ കൈവയ്ക്കാതെ ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ കയ്യിൽ കൊടുക്കണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രശ്നങ്ങളുണ്ടാവുന്നേ, ചുറ്റുപാടും പ്രശ്നങ്ങളുണ്ടാവും. നമ്മളിത് ലഘൂകരിക്കാൻ എന്ത് ചെയ്യുമെന്നറിയാവൂ? നമ്മൾ പരസ്പരം ഷെയർ ചെയ്യും. അവൻ ശരിയല്ല, അവൾ ശരിയല്ല, അത് ചെയ്തത് തെറ്റായിപ്പോയി, ഇത് ചെയ്തത് തെറ്റായിപ്പോയി. അധികാരികളെ അറിയിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. അല്ലാതെ പരസ്പരം ചെളിവാരി എറിഞ്ഞ് ഈ ദൈവിക സമാധാനം അനുഭവിക്കുവാൻ സാധിക്കാതെ വിഷമിക്കുന്ന അവസ്ഥകളിലാണ് നാമെങ്കിൽ നാമും ഈ സാബത്ത് പരിശോധനക്കാരെ പോലെയാണ്. അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അത് ദൈവസന്നിധിയിൽ കൊടുക്കാനും യേശുവിൽ നിന്ന് സമാധാനം അനുഭവിച്ചെടുക്കാനും നമുക്ക് ശ്രമിക്കാം. അതിനുള്ള കൃപാവരം ലഭിക്കട്ടെ. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.